ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു മീൻ പീര കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ പീര മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട്, വേറെ കറിയൊന്നും വേണ്ട. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ചൂടമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചൂടയെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ നത്തോലി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമ്മളിതിലേക്ക് പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. പിന്നെ അരമുറി തേങ്ങ ഒന്ന് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ കല്ലിലല്ല ചതച്ചെടുക്കുന്നത്, മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അല്പം പോലും എണ്ണ ചേർക്കാതാണ് നമ്മൾ ഈ മീൻ പീര തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കീറിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചതച്ചെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കീറിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലയും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനിവിടെ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മീൻ വറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചതച്ചെടുക്കാനായിട്ട്. ഞങ്ങളുടെ നാട്ടിൽ മീൻ പറ്റിച്ചതെന്നും പറയും, ചില സ്ഥലങ്ങളിൽ പീരയെന്ന് പറയുന്നത് കേട്ടോ, മീൻ പീരയെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു മീനിന് മാത്രമല്ല, ഏത് മീൻ പറ്റിച്ചെടുക്കുമ്പോഴും ഈ ഒരു രീതിക്ക് അരപ്പ് തയ്യാറാക്കി എടുത്താൽ മതി. വേണമെങ്കിൽ ഈ പച്ചമുളകൊക്കെ കൂടെ ചതയ്ക്കുന്നതിന് പകരം കീറിയിട്ട് കൊടുത്താലും മതിയേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഞാൻ എരിവ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു, അതുകൊണ്ടൊരു 2 പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അരപ്പ് വെള്ളമാണ് മീൻ വേകുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുടംപുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഈ മീൻ പറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടു നന്നായിട്ട് ആവി വരുന്നുണ്ട്. ചെറിയ തീയിലിട്ട് ഒരു 10 അല്ലെ 15 മിനിറ്റ് വേണ്ടി വരത്തില്ല കേട്ടോ. ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മീനൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് മീൻ പറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഏത് മീനിനാണെങ്കിലും ഈ ഒരു രീതിയിൽ അരപ്പ് തയ്യാറാക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് മീൻ പറ്റിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.